അങ്ങനെ ഇന്ന് എന്റെ പുതിയ വീടിന്റെ വാർപ്പ് ദിവസമായിരുന്നു. വീട് പണിക്ക് തുടക്കം വെച്ചിട്ട് 6 മാസം ആയെങ്കിലും ചില സാമ്പത്തിക സാഹചര്യങ്ങൾ വന്നതുകൊണ്ടാണ് വീട് പണി കുറച്ചൊന്ന് വൈകിപ്പോയത്. പക്ഷെ ഇപ്പൊ എന്റെ അച്ഛന്റെയും അമ്മന്റെയും പ്രതീക്ഷകളൊക്കെ എന്റെ അടുത്താണ് ഉള്ളത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നാൽ അവൻ നോക്കിക്കോളുന്നുള്ള വിശ്വാസമാണ് അവർക്കിപ്പോ. അതുകൊണ്ട് തന്നെ എന്റെ ഈ ഒരു 22 വയസ്സിൽ ഒരു പുതിയ വീട് വെക്കുന്ന ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ സമയം ഒരു 10 മണി ആയതും വാർപ്പ് തുടങ്ങി. ആദ്യത്തെ ഒരു ചട്ടി മട്ടിയിട്ടിട്ട് വാർപ്പിന് തുടക്കം വെച്ചത് അച്ഛനായിരുന്നു. അമ്മയ്ക്ക് ചെറുതായിട്ട് ഇടുപ്പ് വേദന ആയതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് കയറി മേലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അമ്മ മാത്രം മേലേക്ക് വരാതെ വീട്ടിന്റെ ചോട്ടിൽ തന്നെ നിന്നു. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും വീട് കെട്ടാൻ പോണവരാണെങ്കിൽ ആ ഒരു വീട്ടിക്ക് ഒരു പെട്ടിവണ്ടി കയറാനുള്ള വഴിയെങ്കിലും ഉണ്ടാക്കണം ട്ടാ. ഇല്ലെങ്കിൽ ഞങ്ങളെ പോലെ വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ ഉന്തുവണ്ടിയിലും തലയിലൊക്കെ വെച്ച് തള്ളിക്കിടത്തി വയ്യാണ്ടാവും. അതുപോലെ എന്റെ ഈ ഒരു വീട് പണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഉന്തുവണ്ടിയിൽ സാധനങ്ങളൊക്കെ ഇതുപോലെ വീട്ടിലേക്ക് തള്ളി കയറ്റുമ്പോഴാണ്. കാരണം ഒരു വണ്ടി കയറാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് ഇപ്പൊ തന്നെ ഇരട്ടി ചെലവാണ് വീട് പണിക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞതും വാർപ്പിന്റെ പണി പകുതിയായി. ഇന്ന് വാർപ്പിന് മാത്രം ഏകദേശം 8-9 പണിക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവസാനം 2-3 മണിക്കൂറത്തെ പണികൾക്ക് ശേഷം വീടിന്റെ വാർപ്പിന്റെ പണി മുഴുവനായിട്ടും കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇനിയാണ് വീടിന്റെ മെയിൻ പണികളൊക്കെ വരാൻ പോണത്. പക്ഷെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം.